ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ അർജന്റീനയ്ക്കെതിരെ ഈജിപ്ത് ഒരു ഗോളിന് മുന്നിൽ. 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമാണ് ഈജിപ്തിനായി ഗോൾ നേടിയത്. 21-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലയണൽ മെസ്സി പാഴാക്കി. ഹരി ഗോവിന്ദ് വിവരങ്ങൾ നൽകും. ഹരി, ഇനി അർജന്റീനയുടെ ഏക പ്രതീക്ഷ സെക്കൻഡ് ഹാഫിലാണല്ലേ? ദിവ്യ, തീർച്ചയായും നമ്മൾ തീർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ മത്സരം പുരോഗമിക്കുന്നത്. ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര മനോഹരമായ ഒരു പ്രകടനം ഉണ്ടാവുമെന്ന് നമ്മൾ ഈ മത്സരത്തിന് മുൻപ് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ ഒരു ഗോൾ നേടി ഈജിപ്ത് മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യ പകുതി അവസാനിച്ചു. ആദ്യ പകുതിയിൽ മനോഹരമായ ഫുട്ബോൾ കളിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈജിപ്തിന് മാത്രമാണ് ഗോൾ വില കുലുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഈജിപ്തിനായി ഇബ്രാഹിമാണ് 15-ാം മിനിറ്റിൽ ഗോൾ കണ്ടെത്തിയത്. കൃത്യമായി വന്നൊരു ക്രോസ് മുതലെടുത്ത് അദ്ദേഹം പന്ത് കൃത്യമായി ഹെഡ് ചെയ്ത് വലയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പന്തടക്കം നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ ഭാഗത്താണ് കൂടുതൽ സമയവും ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഫൈനൽ തേർഡിലേക്ക് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും അർജന്റീനയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ആ ഗോൾ വല കുലുക്കാൻ മാത്രം അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. നിരവധി അവസരങ്ങളാണ് അർജന്റീന സൃഷ്ടിച്ചെടുത്തത്. പക്ഷേ ഈജിപ്ത് ഗോൾ കീപ്പർ ഷൊബേറിന് മുന്നിൽ അർജന്റീന തളർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലയണൽ മെസ്സിക്ക് പെനാൽറ്റി ലഭിച്ചിരുന്നു ഒപ്പത്തിനൊപ്പം എത്തിക്കാനായി. പക്ഷേ മെസ്സി ഈ ടൂർണമെന്റ് 2ാം തവണയും പെനാൽറ്റി മിസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ ഒരു ആദ്യ പകുതിയാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ച്. പക്ഷേ നമുക്കറിയാം, അർജന്റീനയാണ് ഏത് നിമിഷം പോലും തിരിച്ചു വരാൻ കഴിയുന്ന ടീമാണ്. ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജന്റീനയുടെ ഡിഫൻസിൽ ചില അപാകതകൾ ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ കേപ്പ് വെർദെക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ കണ്ടു. ആദ്യം ലീഡെടുത്തതിന് ശേഷം കേപ്പ് വെർദെ മുന്നിലെത്തുന്നത് നമ്മൾ കണ്ടു. വീണ്ടും ലീഡെടുത്ത ശേഷം വീണ്ടും കേപ്പ് വെർദെ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഡിഫൻസിലെ അപാകത ഈ മത്സരത്തിലും അർജന്റീൻ ഡിഫൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഡിഫൻസിലെ പിഴവ് മുതലെടുത്ത് തന്നെയാണ് ഈജിപ്ത് ആദ്യ ഗോൾ നേടിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും 2ാം പകുതിക്കായി കാത്തിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത്. ദിവ്യ.